ഒരാൾ അയാൾ SFIക്കാരനാണെന്ന് അവകാശപ്പെടുന്നത് കേട്ടോ, ഒരു തെരുവിൽ നിന്ന് റോഡിലെ പൊതുജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് ആക്രോശിക്കുന്നത് കേട്ടോ. ഒരു സബ് ഇൻസ്പെക്ടറുടെ അയാളെ ചവിട്ടിക്കൂട്ടും, അയാളെ കൊല്ലും, അയാളെ കാല് തല്ലി ഒടിക്കും. അത് പൂജപ്പുരയോ വിയ്യൂരോ ഏതാണ്ടൊക്കെ എല്ലാ സെൻട്രൽ ജയിലിൻ്റെയും പേരൊക്കെ പറയുന്നുണ്ട്. അത്രയും വിദ്യാഭ്യാസമുണ്ട് കേട്ടോ. കാരണം ഈ ജയിലുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ സെൻട്രൽ ജയിലുകൾ കണ്ണൂർ, വിയ്യൂർ, തിരുവനന്തപുരം, പൂജപ്പുര, ഇതൊക്കെ അയാൾ പറയുന്നുണ്ട്. ഇത് അവിടെയൊക്കെ പോയി കിടന്നാലൊക്കെ പുല്ലാണ്. അവിടെ പോയി, കാരണം അവിടെയൊക്കെ ഈ ഇഷ്ടം പോലെ ഇപ്പോൾ എന്തും പറയാമല്ലോ, ആ രീതിയാണല്ലോ. ഒരു സബ് ഇൻസ്പെക്ടറെ കുറിച്ചാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്ഷേപിക്കുന്നതാണ് ഈ കേട്ടത്. അയാളെ അടിച്ചു കൊല്ലും, അയാളെ ചവിട്ടിക്കൂട്ടും, അയാളെ കാലടിച്ചൊടിക്കും, കാല് കാണത്തില്ല. ഇതൊക്കെ പറയാൻ, ഇതൊക്കെ ഇവൻ്റെ പേര് കേസെടുക്കാത്തത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ കാരണം ഇതുപോലെ ഒരു എക്സോർട്ടേഷൻ ഇതുപോലെ വിളിച്ച് പറയുക സമൂഹമധ്യത്തിൽ, അതിന് യഥാർത്ഥത്തിൽ ഇവർ ഈ ചെരിപ്പറിഞ്ഞവൻ്റെ പേരിൽ വധശ്രമത്തിന് കേസെടുക്കുന്ന പോലീസുകാർക്ക് ഇത് വിളിച്ചു പറയുന്ന ഒരുത്തൻ്റെ പേരിൽ ഇതിന് കേസെടുത്തൂടെ? അതൊന്നും ചിന്തിച്ചോളൂ. ഇയാളെ കാല് വെട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്, കാലും കയ്യും ഒന്നും കാണത്തില്ലെന്ന് അവിടെ വിളിച്ചു പറഞ്ഞതാണ്. മുഴുവൻ മാധ്യമങ്ങൾ കാണിച്ചു, ഈ ലോകം മുഴുവൻ കാണുന്നതാണ്. അത് ഒരു പ്രശ്നമല്ല. അത് ഇനി അടുത്തത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താ പോലീസ് ജീപ്പിൻ്റെ അത് തകർത്തിട്ട് അതിൻ്റെ മേളിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുക. ഇതാരാ ചെയ്യുന്നത്? ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണോ എന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹമായിരിക്കും, പാർട്ടി ആയിരിക്കുകയല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിണിയാളുകളാണെങ്കിൽ അദ്ദേഹം ഒന്നും വിളിച്ച് പറയണടാ ഇത് മോശം, ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. പോലീസുകാർ ഒരുത്തന്നെ സമാധാനിച്ച് കൊണ്ട് പോയില്ലേ എന്ന് പറഞ്ഞാൽ അവർ പോലീസുകാർ പിന്നെ അവനെ തൂക്കിയെടുത്ത് വളരെ കഷ്ടപ്പെട്ട് അവനെ കിടന്ന് ഉരുളുന്ന കുഞ്ഞിനെ അച്ഛൻ കൊണ്ടുപോകുന്നതായിട്ട് തന്നെ ഓമനിച്ച് റെഡിയാക്കി കൊണ്ടുപോയി. അവന് പാലും തേനും ഒക്കെ കൊടുക്കാമെന്നൊക്കെ എന്ന് പറഞ്ഞ പോലെങ്കിലും യവന്മാർക്ക് എന്തെങ്കിലും കൊടുക്കാൻ നീയൊക്കെ ബഹളം ഉണ്ടാക്കാതെ സാരമില്ലേ പോട്ടെ, നമ്മുടെ പോലീസുകാരല്ലേ, നമ്മുടെ ജീപ്പല്ലേ, ഇതെങ്കിലും ഒന്ന് പറയണ്ടേ മുഖ്യമന്ത്രിക്ക്? ഇതെങ്കിലും ഒന്ന് പറഞ്ഞ് ഇവരെ ഇതേപോലെ മര്യാദയ്ക്ക് നടത്താൻ. കാരണം ഇവന്മാർക്ക് ഞാൻ പറഞ്ഞില്ല ജോലിയില്ല, അതാ പ്രശ്നം. ഇവർക്ക് കോൺഗ്രസ് ഭരിക്കുകയായിരുന്നെങ്കിൽ ഇവർക്ക് തല്ലി തകർക്കാൻ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവർക്ക് ജോലിയില്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പം അടിക്കാൻ കാശ് കൊടുത്ത് ഈ കൂലി കൊടുത്ത ആളുകളെ, അതായത് ഗുണ്ടകളെ അറേഞ്ച് ചെയ്തുകൊണ്ട് വരുമ്പോൾ അവസാനം പറയുക, എടേ അതേ ഞങ്ങളങ്ങനെ രാജിയായി കേട്ടോ, അടിക്കണം, എനിക്ക് അടിച്ചു നോക്കൂ, കാശ് വാങ്ങിച്ചു പോയതാണ്, എന്നാൽ നിന്നെ അടിക്കാം എന്ന് പറഞ്ഞതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം അടിക്കാനായിട്ട് കാശ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക വന്നേക്കുക. അപ്പം അടിക്കാൻ ആളില്ലെന്നുണ്ടെങ്കിൽ അവന് ഈ കാശ് കൊടുത്തോനെങ്കിലും അടിക്കണം, ആരെങ്കിലും അടിക്കാതെ അവന് പോകാൻ പറ്റത്തില്ല, അവൻ്റെ ജോലി ഏതാ എന്ന് പറഞ്ഞ പോലെ ഇവന്മാർക്ക് വ്യായാമമൊന്നും ഇല്ലാതിരിക്കുക. DYFIക്കും അതേപോലെ തന്നെ SFIക്കും ഒക്കെ വ്യായാമമില്ല. അപ്പോൾ അവർക്ക് വ്യായാമം തീർക്കാനുള്ള ഒരു മെത്തേഡെന്ന് പറയുന്നത് നമ്മുടെ മുതൽ നശിപ്പിക്കുക എന്നുള്ളതാണ്. ജനങ്ങളുടെ സമ്പത്താണ്, അല്ലാതെ എവൻ്റെ ഒന്നും വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങളല്ലത്. ഈ പോലീസ് ജീപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്വത്താണ്. അത് തല്ലി തകർത്തിട്ട് അതിൻ്റെ മേളിൽ കയറിയുന്ന ഡാൻസ് കളിക്കുക, ഇതാണ്. അതിന് ഒന്നുമില്ല. ഇതേപോലെ പിന്നെ ഇവർ പോലീസ് സ്റ്റേഷനിൽ കുറേ പേരെ യൂത്ത് കോൺഗ്രസ്സുകാരെ പിടിച്ചുകൊണ്ട് പോയി. വെഞ്ഞാറമൂട്ടിൽ പിടിച്ച് കൊണ്ടുപോയപ്പോൾ എന്താ, ആ കോമ്പൗണ്ടിലോട്ട് കയറി DYFIക്കാരങ്ങ് ഏറ്റെടുത്തു. പോലീസുകാരെല്ലാം കണ്ടുകൊണ്ട് വന്നു. യവന്മാരെ എടുത്തിട്ട് പോലീസുകാർ നടത്തേണ്ട അടിയെല്ലാം യവന്മാരങ്ങ് കൊടുത്തു. കാരണം പോലീസുകാരെ അടിച്ചാൽ ശരിയാവത്തില്ല. അവർക്കിപ്പോൾ അടിക്കാൻ അറിഞ്ഞുകൂടാ പോലീസുകാർക്ക്. ഇപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് അതെല്ലാം ഏറ്റെടുത്തേക്കുന്ന DYFI ആണ്. അപ്പോൾ അത് അവർ നല്ല വൃത്തിയായിട്ട് നടപ്പാക്കുന്നുണ്ട്. അത് നടപ്പാക്കി. ഇതാണ് സംഭവം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നമ്മുടെ തന്നെ മുതൽ സ്വന്തം സ്വത്തുക്കൾ നശിപ്പിക്കാൻ വരെ ഇവർ ഇറങ്ങുകയാണ്. അതിൻ്റെ കാരണം ഇവർക്ക് പണിയില്ല കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങളെല്ലാം കൂടെ വിചാരിച്ച് ഇവർക്കൊരു പണി ഉണ്ടാക്കി കൊടുക്കണം.